ഇന്നലെ വരെ ദാസിയായിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് രാജ്ഞിയായാൽ എങ്ങനെയിരിക്കും? ഒരു സഹോദരിയുടെ അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സഹോദരിയുടെ അവസ്ഥ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അവസ്ഥയിലിരുന്നാലും നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു ബ്രേക്ക് ത്രൂ, ഒരു വിടുതൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അടിച്ചു വാരാനും പുറമേയുള്ളതെല്ലാം ക്ലീൻ ചെയ്യാനും നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെക്കുവാനും ആര് വന്നാലും അവരെ അകത്തേക്ക് കയറ്റിവിടത്തക്ക രീതിയിൽ മാത്രം നിന്ന ഒരു പെൺകുട്ടി. അവൾക്ക് അകത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല, അവൾക്ക് ആരോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവൾ അടിമയാണ്. പക്ഷേ അവൾക്ക് പുറത്തുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. അവൾ വീടിൻ്റെ അകത്ത് അവരുടെ ആ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പോകാൻ അവൾക്ക് ഭാഗ്യമില്ല. അവൾക്ക് ഒരവസരവുമില്ല. പക്ഷെ ഒരിക്കൽ പോലും അവൾ ആഗ്രഹിച്ചതുമില്ല അതിൻ്റെ അകത്തേക്ക് കയറാൻ. കാരണം അവൾ ജനിച്ചത് ആരായിട്ടാണെന്ന് അവൾക്കറിയാം. അവൾക്ക് പുറമേ മാത്രം നിൽക്കാൻ ഭാഗ്യമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ കൂടുതൽ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ പേര് കരുണയെന്നാണ്. ഈ കരുണ എന്ന പെൺകുട്ടി വല്ലാത്ത ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴേ, അവളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ വരുമ്പോൾ അവൾ തന്നെ പറയും, ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ആ രാജ്ഞിയെപ്പോലെ, ആ കൊട്ടാരത്തിലെ രാജ്ഞിയെപ്പോലെ പ്രതീക്ഷിക്കാൻ പാടില്ല. അവളെ തന്നെ മനസ്സിലാക്കി അവളുടെ ഹൃദയത്തിലുള്ളതെല്ലാം അവളോട് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ ജീവിതം പോയിക്കൊണ്ടിരുന്നു. ആ പട്ടണത്തിൽ 1000-ഓളം വീടുകൾ ഇതുപോലെയുണ്ട്. എല്ലാ പെൺകുട്ടികളുമായും നല്ല സഹവാസവും നല്ല ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് അവരങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കെ ഒരു ദിവസം ഈ കൊട്ടാരത്തിലെ മകന് ഇവളോട് പ്രേമം തോന്നി. അവൻ അപ്പനോട് പറഞ്ഞിട്ട് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായി. അവൾക്കിനി എല്ലാ റൂമിലും കയറാം, എല്ലാവരോടും സംസാരിക്കാം, അവൾക്ക് അവരിയ്ക്കുന്ന സ്ഥലത്ത് ഇരിക്കാം, എല്ലാവരോടും ഒപ്പം അവൾക്ക് ഭക്ഷണം കഴിക്കാം, എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അവൾ പാർട്ട്ണറായി. ഹല്ലേലൂയ. ആ പിതാവിനുള്ളത് മുഴുവനും ഈ പുത്രൻ്റെയാണ്. ആ പുത്രനുള്ളത് മുഴുവനും ഭാര്യയായ ഇവൾക്കുള്ളതാണ്. അങ്ങനെ ആയപ്പോൾ അവളുടെ ആ സന്തോഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കരുണ എന്ന പെൺകുട്ടിക്ക് ലഭിച്ചതെല്ലാം ഈ 1000-ഓളം വീടുകളിലുള്ള അതുപോലെ വീട്ടുജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് ഇത് സഹിച്ചില്ല. അടിമകളെ അവരന്നേരവും അടിമകൾ തന്നെയാണ്. അവർക്കിത് സഹിച്ചില്ല. അവരെല്ലാം വിചാരിക്കുന്നു, ഞങ്ങൾക്കിങ്ങനെ ഈ ഭാഗ്യം ലഭിക്കുമോ ചോദ്യത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവൾക്കെതിരായി സംസാരിക്കാൻ തുടങ്ങി, കല്ലുവാരി എറിയാൻ തുടങ്ങി, അവളെക്കുറിച്ച് നിന്ദാപാത്രമാക്കുന്ന രീതി, അവളെ താഴെ വലിച്ചിടുന്ന രീതി, അവളെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കാനായിട്ടുള്ള മുഴുവൻ പ്ലാനുകളും അവർ കൂട്ടം കൂട്ടമായി, അവർക്ക് ജോലിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇവളെക്കുറിച്ച് അപവാദം പറയുന്നതാണ്, ഇവക്കെതിരായി നിൽക്കുന്നതാണ്, ഇവളെ തളർത്തുന്നതാണ്, കൂട്ടം കൂട്ടമായി സംസാരിക്കുന്നതാണ്. പക്ഷെ അവിടെ ട്വിസ്റ്റ് ഈ കരുണ എന്ന പെൺകുട്ടിയുടെയാണ്. അവൾ അടിമയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് അവിടെ മാറി. അവൾക്ക് മനസ്സിലായി, ഞാനൊരു രാജ്ഞിയായെങ്കിൽ പുറത്തിരുന്നപ്പോൾ ഞാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളെല്ലാം നീറ്റാക്കി ക്ലീനാക്കി, ഓരോ ലൈറ്റുകൾ, ബൾബുകൾ, ഓരോ ചെടികൾ, മതിലുകൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വെള്ളത്തിനും എല്ലാം റോഡ് വഴി എല്ലാം ബ്യൂട്ടിഫുള്ളാക്കി വെച്ചുവെങ്കിൽ മരങ്ങളും ഫലങ്ങളും എല്ലാം അകത്തേക്ക് അവൾക്ക് കയറാൻ ചാൻസ് കിട്ടിയപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഭവനം അവൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. പുറത്തുള്ളവർക്കൊന്നും സമാധാനമില്ല, വീട്ടിൻ്റെ അകത്തുള്ളവർക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇതുവരെയും ഇവരൊന്നും ഇങ്ങനൊരു ജോലി ചെയ്യുന്നില്ല. കാരണം അധികമൊന്നും ആരെയും അവർ അനുവദിക്കാതില്ലായിരുന്നു. കാരണം ഇവരുടെ സ്വത്തുക്കളും പണങ്ങളും സ്വർണങ്ങളും അവരുടെ ഈ സീക്രട്സുകളൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവൾക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് ലഭിച്ചതെന്നും അവൾക്ക് അർഹിക്കാത്തതാണ് അവൾക്ക് ലഭിച്ചെന്നും ഈ കരുണ എന്ന പെൺകുട്ടി അറിഞ്ഞപ്പോൾ അവൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവൾ വളരെ ബിസിയായി അതിനെ ബ്യൂട്ടിഫുള്ളാക്കാൻ തുടങ്ങി. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ അനുരൂപമാകാൻ തുടങ്ങി. ഞാനൊരു ദാസിയായിരുന്നല്ലോ, പക്ഷേ എനിക്ക് പെട്ടെന്ന് അകത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഒന്നുമേ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവരെ നോക്കി, ഇവിടുത്തെ അമ്മയെ നോക്കി, എൻ്റെ ഹസ്ബൻഡിനെ നോക്കി, എൻ്റെ അമ്മായിയപ്പനെ നോക്കി, ഞാൻ ഈ ഭവനെ എങ്ങനെ എനിക്ക് നല്ലതുപോലെ ആക്കാൻ പറ്റുമോ അതിനനുസരിച്ച് അവൾ ചെയ്യാൻ തുടങ്ങി. അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പഴയ ചിന്തകളെല്ലാം അവളെടുത്ത് മാറ്റി. അവളൊരു രാജ്ഞിയാണെന്നുള്ള ആ ഭാവം അവളുടെ ഉള്ളത്തിലേക്ക് വന്നു. നമ്മുടെ ജീവിതത്തിലും പിശാചല്ല നമ്മുടെ ശത്രു, നമ്മുടെ മനസ്സാണ്.
യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, പിശാചിനെ എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പക്ഷെ മനസ്സിനെ അങ്ങോട്ട് എതിർക്കാൻ പറ്റത്തില്ല. മനസ്സ് ഭയങ്കര ബന്ധനമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ ഇഷ്ടം നിന്നോടാണ്, നീ അതിനെ ജയിക്കണമെന്ന്. നമ്മൾ പറയും, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, മറ്റുള്ളവരുടെ മെസ്സേജ് പോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഒരു കഴിവുമില്ല, എന്നെ മറ്റുള്ളവർ എന്തു പറയും, എന്നെ ആരും അംഗീകരിക്കത്തില്ല. ഇതാണ് യഥാർത്ഥ തടവറയെന്ന് പറയുന്നത്. ഈ പെൺകുട്ടിയും അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, നിങ്ങളെ കരുണയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു കഴിവുമില്ല, പുറത്തുള്ള ഈ പെൺകുട്ടികളെല്ലാം എന്നെക്കുറിച്ച് എന്തു പറയും, എന്നെ ആരംഗീകരിക്കും? ഇവിടെയാണ് നിങ്ങളോടുള്ള ചോദ്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ കരുണ എന്ന പെൺകുട്ടിയാണെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അവൾ നിൽക്കണോ? മറ്റുള്ളവർക്ക് പോലെ അവരെ പോലെ കഴിവാണോ അവൾക്ക് കൊടുത്തത്? അവൾക്ക് അകത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി കഴിവ് പ്രകടിപ്പിക്കേണ്ടത്. അവർ പുറത്തുള്ളവർ എന്തു പറയുമെന്ന് കേട്ടുകൊണ്ടിരുന്നാൽ അവൾക്ക് അകത്ത് ബ്യൂട്ടിഫുൾ ആകാൻ പറ്റുമോ? കാരണം അകത്തെന്താണെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ല. പുറത്തിരിക്കുന്നവർക്ക് പുറത്തുള്ളതേ അറിയത്തുള്ളൂ. അകത്തിരിക്കുന്ന അവൾക്ക് മാത്രമേ അകത്തെക്കുറിച്ച്, കൊട്ടാരത്തിൻ്റെ അകത്തെന്താണെന്നോ അവരുടെ ഇഷ്ടം എന്താണെന്നോ അറിയത്തുള്ളൂ. അവൾ ഒരിക്കൽ പോലും അവരെ ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം അവരെ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ കാരണം അവൾ എവിടെ നിൽക്കുന്നു എന്ന് അവൾക്കറിയാം. ഇത് കൊട്ടാരം, അത് ദാസിമാരുടെ സ്ഥലം, പുറമേയുള്ള സ്ഥലം. അതുകൊണ്ട് അവൾക്ക് ആരുടെ അംഗീകാരം ആവശ്യമില്ലായിരുന്നു, ആരുടെയും കൈയടി ആവശ്യമില്ലായിരുന്നു. മറ്റുള്ളവർ എന്നെ എന്തു പറയുന്നു എന്ന് അവൾ നോക്കുന്നില്ലായിരുന്നു. അവൾ ഒരിക്കൽ പോലും അവളെ താഴ്ത്തി പറഞ്ഞില്ല. അവൾക്ക് കിട്ടിയ ആ സൗഭാഗ്യത്തെ അവൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥമായ ഒരു രാജ്ഞിയുടെ അനുഭവം എന്ന് പറയുന്നത്. എസ്തേറിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയല്ലേ? എസ്തേർ 4:14 പറയുന്നു, ഈ സമയത്തേക്ക് വേണ്ടിയല്ലോ നീ രാജസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ദൈവം എസ്തേറിൻ്റെ സ്ഥാനം മാറ്റിയില്ലേ? പക്ഷേ അവൾക്ക് വേണമെങ്കിൽ പഴയ ആ ഭയത്തിൽ, ആ ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ അനാഥയായിട്ട് അവൾക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ അവൾ വിശ്വാസത്തിൽ എഴുന്നേറ്റു. അവളുടെ അകത്തൊരു കത്തലുണ്ടായി. അവൾ തന്നെ ആരാകുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അതിനനുസരിച്ച് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവൾ എഴുന്നേറ്റു. ഞാൻ ചത്താൽ ചാകട്ടെ എന്ന് വിചാരിച്ചു. എത്ര വിശ്വാസികളായിട്ടുള്ള നമ്മളുണ്ട്. നമ്മൾ മരിച്ചിരിക്കുകയാണ്, എന്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് എഴുന്നേക്കാമോ? സടകുടഞ്ഞ് കുറച്ച് ആയില്ലേ നമ്മൾ മറ്റുള്ളവരെയൊക്കെ താങ്ങി ആ സൂമിലും ഈ സൂമിലും കയറി നമ്മൾ ചിലരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഈ പുറമേ ഉള്ളവർ അലബലബലബല അല്ലെങ്കിൽ കഴുകനല്ല, കുരുവിയും ഒക്കെ സംസാരിക്കുന്നതൊന്നും ഇവൾക്ക് ഒരു ഇൻട്രസ്റ്റുമില്ല കേൾക്കാനായിട്ട്. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ പറ്റൂ. പിശാചും ലോകവും ജഡവും നമുക്കെതിരാ. ലോകത്തെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം, പിശാചിനെ നമുക്ക് എതിർത്ത് നിൽക്കാം, ജഡത്തെ നമ്മൾ ജയിക്കുക വേണ്ടത്. ജയിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എഗെയിൻസ്റ്റാണ്. ഞാൻ തന്നെ ഈ മെസ്സേജ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് നോക്കുകയാണ്. പക്ഷേ എനിക്കിത് പറ്റുന്നില്ല. കുറേ നേരം ചിന്തിക്കുമ്പം ജഡം പറയും വേണ്ടാന്ന് പറയും. പക്ഷേ ഇപ്പോൾ ആത്മാവിൻ്റെ ഗൈഡൻസിലിരുന്നാണ് ഇത് പറയുന്നത്. പ്രിയ ദൈവത്തിലെ സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല. സഭയ്ക്ക് വേണ്ടി, ബിൽഡിങ്ങിന് വേണ്ടി ആളുകൾ ഓടുമ്പോൾ സഭയെ ബിൽഡിങ്ങിലല്ല കർത്താവാക്കിയിരിക്കുന്നത്. അത് നിങ്ങളുടെയൊക്കെ ഉള്ളത്തിലേക്കൊന്ന് വരണം. സഭയെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് യേശുക്രിസ്തു വില കൊടുത്തു നിന്നെ വാങ്ങി. നാമും ഒരിക്കൽ പാപത്തിൻ്റെ അടിമകളായിരുന്നില്ലേ? എന്നാൽ യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ എൻഗേജ്മെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ദാസികളല്ല. നമ്മളെ ഒരിക്കലും ദാസികളെന്ന് വിളിക്കുന്നില്ല ദൈവം. നമ്മളെ അവൻ മണവാട്ടിയാക്കി. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാകുന്നുവെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഈ പഴയ നമ്മുടെ ദാസൻ്റെയും ദാസിയുടെയും മനസ്സൊന്ന് ഉപേക്ഷിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് സ്നാനപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു, നമ്മൾ വിശുദ്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ
നമ്മുടെ ശരീരത്തിനോ ഒന്നും മാറ്റം സംഭവിക്കാനായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സാണ് ഇവിടെ മാറേണ്ടത്. മനസ്സെന്ന അക്ഷയഭൂഷണമായ ആ ഗൂഢ മനുഷ്യൻ്റെ അകത്താണ് ഒരു മാറ്റം വരേണ്ടത്. അല്ലാതെ നീ സ്വർണം ഊരിയിട്ടോ, നീ തലയിൽ തുണിയിട്ടുകൊണ്ടിരുന്നിട്ടോ, നീ ഭയങ്കര വാക്കുജാലങ്ങളായി പ്രസംഗിച്ചിട്ടോ, പഴയ ആളുകളൊക്കെ ഇത്രയും വലിയ വലിയ ആളുകളുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ മനസ്സിനകത്തൊരു മാറ്റം വരണം. ഞാനൊരു രാജ്ഞിയാണ്, ഞാൻ യേശു കർത്താവിൻ്റെ മണവാട്ടിയാണെന്നൊരു ബോധം ഉള്ളത്തിൽ വരുന്നുണ്ടോ? അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മേൽ ആ പരിചയം എടുക്കാൻ പറ്റുന്നത്. വിശ്വാസം എന്ന പരിചയം എടുക്കണം. ഹല്ലേലൂയ. അടിമ എന്ന് പറഞ്ഞാൽ ദൂലോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്. ദൂലോസ് എന്ന് പറഞ്ഞാൽ അടിമ അല്ലെങ്കിൽ ദാസൻ എന്നാണ്. എന്നാൽ ഹുയോതേസിയ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്. എന്ന് പറഞ്ഞാൽ ദത്തപുത്രത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ ദത്തെടുത്തു, രാജ്യം. ബസിലിക്ക എന്ന് പറഞ്ഞാൽ രാജ്യമെന്നാണ്. അപ്പോൾ നമ്മളെ അടിമയായിരുന്ന നമ്മളെ ദത്തെടുത്ത് നമുക്ക് രാജ്യത്വം തന്നു. ദൂലാസ്, ഹുയോതേസിയ, ബസിലേയ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമയായിരുന്നു, ദാസനായിരുന്നു. ഇപ്പോൾ നമുക്ക് രാജ്യത്വം തന്നു, പുത്രത്വം തന്നു. ഇനി നമ്മൾക്ക് രാജകീയ പുരോഹിത വർഗമാകാൻ പറ്റി. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുവാണ്. ഇന്ന് നീയും ഈ കരുണ എന്ന ദാസിയിലെ പോലെ നിങ്ങൾക്കാകാൻ പറ്റുമോ? അതോ നിങ്ങൾ പുറത്തുള്ളവരുടെ ശബ്ദം കേട്ട് വീണ്ടും പുറത്തോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ അവൾക്ക് ആ അകത്തെ കൊട്ടാരത്തിൽ ബ്യൂട്ടിഫുൾ ആകാൻ പറ്റത്തില്ല, അവരുടെ ഇഷ്ടത്തിന് അനുരൂപമാകാൻ പറ്റത്തില്ല, അവളുടെ വിളിക്കും തെരഞ്ഞെടുപ്പിനും അനുസരിച്ച് അവൾക്ക് വളരാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ആമേൻ പറഞ്ഞാട്ട്. ദൈവം നിന്നെ രാജകുമാരി ആക്കിയെങ്കിൽ നീ ഇന്ന് പഴയ അപമാനങ്ങളെ ഓർക്കുകയാണോ? പഴയ ചിന്തകളെ വീണ്ടും ഓർത്തിരിക്കുകയാണോ? പലതും നമുക്ക് ചിന്തിക്കുമ്പോൾ വേദന വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ വന്ന പല പരാജയങ്ങളും ഓർത്ത് നമുക്ക് ഭയങ്കര വേദനയുണ്ടാകും. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിനാണോ നമ്മൾ കൂടുതൽ സമയം കളയുന്നത്? പഴയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനാണോ കൂടുതൽ സമയമെടുക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവത്തിലെ വിമർശനങ്ങൾക്കാണോ സമയം കൂടുതൽ എടുക്കുന്നത്? പുറത്തുള്ള വീട് വൃത്തിയാക്കുന്നതിനാണോ ഇപ്പോഴും സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്? നിന്നെ അകത്തേക്ക് വിളിച്ചെങ്കിൽ നിന്റെ അകമാണ് ക്ലീൻ ആകേണ്ടത്. നീ രാജാവിൻ്റെ ഭവനത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. പക്ഷെ നീ ഇപ്പോഴും ക്ലീൻ ചെയ്യുന്ന പുറത്താ. ഇന്നലെ നീ ദാസിയായിരുന്നു, ഇന്ന് നീ രാജ്ഞിയാണ്. ഇന്നലെ ഞാൻ അടിമയായിരുന്നു, ഇന്ന് ഞാൻ അവകാശിയാണ്. ഇന്നലെ ഞാൻ പുറത്ത് ക്ലീൻ ചെയ്യുന്നവളായിരുന്നു, ഇന്ന് ഞാൻ അകത്ത് രാജകീയ പുരോഹിത വർഗമായി മാറി ആ പുത്രൻ്റെ ഭാര്യയായി തീരുന്നുവെങ്കിൽ എനിക്ക് കിട്ടുന്ന അവകാശം എത്രയാണ്? ആ പിതാവിനുള്ളതെല്ലാം മകൻ്റേതാണ്, മകനുള്ളതെല്ലാം മകൻ്റെ ഭാര്യയ്ക്കും സമാസമമാണ്. നിന്നെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നുവെന്നല്ല, ദൈവം നിന്നെ ആരാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രധാനം. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ സ്ഥാനം മാറ്റിയിരിക്കുന്നു. ഇന്ന് നിന്റെ മനസ്സ് മാറിയേ പറ്റുകയുള്ളൂ. ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്ഥാനം മാറിയിട്ടും നിങ്ങളുടെ മനസ്സ് മാറാതെ ഇന്നും നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബന്ധനത്തിലാണ്. നിങ്ങളെ ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തി ഇനി നിങ്ങൾ അടിമനുഖത്തിൽ ആ സൂമിലും ഈ സൂമിലും ആ പാസ്മേ ഈ പാസ്മേ ആ വിഷയവും ഈ വിഷയവും ചിന്തിച്ച് മറിച്ച് പലതിലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിമിത്തി കിടന്ന് ഉരുളുകയാണ് നിങ്ങൾ. പുതിയതായി നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിലൊരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. അത് നമ്മുടെ മനസ്സിൻ്റെ അകത്താണ്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ കെട്ടിയിടുന്നത്. അടിമയുടെ മനസ്സിൽ നിന്ന് ആ രാജകീയ മനസ്സിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യെസ് യെസ് യെസ്, റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ കേൾക്കുമ്പോൾ ആ ഹൃദയത്തിൻ്റെ അകത്തൊരു തുടുപ്പ് നിങ്ങളുടെ വന്നെങ്കിൽ, ഒരു ചഞ്ചലം, ഒരു കണ്ണുനീര് നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുവെങ്കിൽ, വാട്ട് എവർ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ, ഗലാത്യലേഖനം 4:7 പറയുന്നു, ആകയാൽ ഇനി നീ ദാസനോ ദാസിയോ അല്ല, നീ പുത്രനും പുത്രിയുമാണ്. പുത്രനോ പുത്രിയോ എങ്കിൽ ദൈവത്തിൻ്റെ അവകാശിയുമാകുന്നു. പ്രിയമകളെ, ഒരു വലിയ സമ്പന്നൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി, കരുണ എന്ന പെൺകുട്ടി ദാസിയായി ജോലി ചെയ്തിരുന്നവളാണ്. പുലർച്ചെ മുതൽ രാത്രി വരെ അവൾ ജോലി ചെയ്യും. പക്ഷേ വീടിൻ്റെ പുറംഭാഗം മാത്രം വൃത്തിയാക്കുന്നവളായിരുന്നു, മുറ്റമടിച്ചു വരുന്നവളായിരുന്നു, മറ്റുള്ളവരാൾ ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു, ആരോരുമില്ലാത്തവളായിരുന്നു. ആരുടെ ശബ്ദം കേട്ടാലും ഓടി വന്ന് പുറത്ത് മാത്രം നിൽക്കാനുള്ളതാണ്.
അതുകൊണ്ടുവരും, ഇത് ചെയ്യൂ, അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്യൂ. അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു. അതാണ് അടിമ. അവൾക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ അവകാശമില്ല, അവൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല, അവൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല. കാരണം അവളൊരു ദാസിയായിരുന്നു, അവൾക്ക് ആരോരുമില്ലാത്തവളായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അവൻ എന്തെങ്കിലും എനിക്ക് ചെയ്യട്ടെ, എൻ്റെ രോഗം മാറ്റട്ടെ, എൻ്റെ കടബാധ്യത മാറ്റട്ടെ, എൻ്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തരട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിനെ നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അയ്യോ കഷ്ടം, അന്ത്യകാലമാണിത്. കാരണം ദൈവം തന്ന ഈ അവകാശത്തെ നീ കാലുകൊണ്ട് മാറ്റിക്കളയുന്നത് പോലെയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ അകത്താണ് ബന്ധനമിരിക്കുന്നത്, ഭയമിരിക്കുന്നത്. എടുത്തുകള. ഒറ്റ രാത്രി കൊണ്ട് അവളുടെ അവസ്ഥയെ മാറ്റിയെങ്കിൽ, ആ മകന് അവളോട് കരുണ തോന്നിയെങ്കിൽ, അവനും അവളെ സ്നേഹിച്ചതുപോലെ അവളും അവനെ സ്നേഹിക്കേണ്ടതാകുന്നു. പിന്നീടാണ് അവളെ വിവാഹം കഴിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അവളുടെ അഡ്രസ്സ് മാറുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അവളുടെ സ്ഥാനം മാറുകയാണ്. അഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ അത് അറിഞ്ഞ നിമിഷം മുതൽ അവളുടെ അഡ്രസ്സ് മാറുക, അവളുടെ സ്ഥാനം മാറുക. ആ നിമിഷം മുതൽ ആ പട്ടണം മുഴുവനും അവൾക്കെതിരായി നിൽക്കുകയാണ്. ആ ചെറുക്കനും അപ്പനും മാത്രമാണ് അവളോട് പ്രിയമുള്ളത്. ആ കൊട്ടാരത്തിൻ്റെ അകത്തുള്ളവരൊഴിച്ച് പുറത്തുള്ളവരെല്ലാം അവൾക്ക് ശത്രുവാണ്. ഇതല്ലേ നമ്മുടെ ജീവിതത്തിലും? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെ നീ ജയിക്കണം. നിനക്ക് തന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നീ ബ്യൂട്ടിഫുള്ളായൊരു ഗാർഡൻ ഉണ്ടാക്കണം. അതാണ് ഉത്തമഗീതം 5-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഒരു പൂന്തോട്ടം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതിൽ നീ ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഉണ്ടാക്കണം. അതിൻ്റെ ആ സൗരഭ്യത്തിൽ അവൻ നിന്നെ പ്രേമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പ്രേമത്തെ ആരും ഇളക്കരുത്. ഒറ്റ ദിവസം കൊണ്ടാണ് അവളുടെ തിരിച്ചറിയൽ കാർഡ് മാറിയത്. ഇന്നലെ വരെ അവൾ വാതിലിൻ്റെ പുറത്തിരുന്നവൾ ഇപ്പോൾ അവൾക്ക് എല്ലാ സ്ഥലങ്ങളിലും വീടിൻ്റെ അകത്ത് കയറാം. പ്രാകാരത്തിൽ മാത്രം ഇരുന്ന് നമ്മളെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറ്റിയെങ്കിൽ, പുറത്ത് തള്ളപ്പെട്ട അപമാനപാത്രമായി നമ്മളെ മാനപാത്രമാക്കിയെങ്കിൽ, ഇന്നലെ വരെ കൽപ്പനകൾ കേട്ടിരിക്കാൻ മാത്രമേ അവൾക്ക് ഭാഗ്യമുള്ളൂ. പക്ഷേ ഇന്നു മുതൽ അവളുടെ വാക്കുകൾ അവൾക്ക് കൽപ്പന പുറപ്പെടുവിക്കാൻ പറ്റും. ഇന്നലെ വരെ ദാസിയായിരുന്ന അവൾ ഇന്ന് വീട്ടിലെ രാജ്ഞിയാണ്. അവളോടൊപ്പം ജോലി ചെയ്തിരുന്ന എല്ലാവർക്കും ഇത് സഹിക്കാനായില്ല. അവരെല്ലാം ഇവൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. കാരണം ഇന്നു മുതൽ ഇവളെല്ലാവരും അവളെ ബഹുമാനിക്കണം. ഇവൾ ആരെന്ന് അവർക്ക് മനസ്സിലായി. എല്ലാവരും അങ്ങനൊരു ബഹുമാനമല്ല. കാരണം ഇവർക്ക് മനസ്സിലായി, ഞങ്ങൾ പോകുന്ന വഴിയല്ല ഇവളുടെ വഴി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. എസ്തേറിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയായിരുന്നു. മൊർദെഖായി വളർത്തിയ ഒരു സാധാരണ യഹൂദ പെൺകുട്ടിയാണ്. എന്നാൽ അവളെ രാജ്ഞിയാക്കി. അവൾക്ക് രാജ്ഞിയുടെ കിരീടം ലഭിച്ചു. വസ്തിയെ മാറ്റിയിട്ട് അവളെ ആക്കി. പക്ഷേ അവൾക്ക് വലിയ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. നിങ്ങൾ ഇന്നും അനാഥയാണോ? മനുഷ്യരാൻ അനാഥയാണോ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ രാജ്ഞിയാണ്. ആ പ്രോമിസ് നിങ്ങൾ നേടിയേ പറ്റുകയുള്ളൂ. അവൾ രാജ്ഞിയായി എഴുന്നേറ്റപ്പോഴുണ്ടല്ലോ, ഒരു യഹൂദ ജനത്തെ മുഴുവൻ അവൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. നമ്മളെക്കുറിച്ചും ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. ഒരു ആത്മീയ സത്യം നിങ്ങളോട് പറയുന്നു. 5 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ. ദൈവം നിൻ്റെ സ്ഥാനം മാറ്റിയെന്ന് നീ വിശ്വസിക്ക്. ഗ്രീക്ക് വേർഡിൽ പറയുന്നത് മെറ്റാതിതേമി എന്നാണ്. മീൻസ് ഒരു സ്ഥാനത്തു നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് എന്നെ മാറ്റി. ദാറ്റ് മീൻസ് നീ അടിമയായിരുന്നു, ഇപ്പോൾ നീ രാജ്ഞിയായിരിക്കുന്നു. പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ സ്ഥാനം മാറ്റിയെന്ന് നീ വിളിച്ചു പറ. അന്ധകാരത്തിൽ നിന്നും എന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു നീ വിളിച്ചു പറ. അത് നിന്റെ പ്രാഗൽഭ്യമാണ്. 2, ഞാൻ ഇനി ദാസനോ ദാസിയോ അല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ അവകാശിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡിൽ ഹുയോതേസിയ എന്ന് പറഞ്ഞാൽ പുത്രത്വം പ്രാപിച്ചു. നമ്മൾ വെറും ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിട്ടല്ല ദൈവം നമ്മളെ കാണുന്നത്. അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗമാക്കി നമ്മളെ മാറ്റി. 3-ാമത്തെ പോയിന്റ്, ഏറ്റവും വലിയ ബന്ധനമെന്ന് പറയുന്നത് പിശാചോ ലോകമോ അല്ല. അതിനേക്കാട്ടിലൊക്കെ നമ്മൾ അറിയേണ്ടത് നമ്മളെന്ന വ്യക്തിയാണ്, മനസ്സാണ്. അതാണ് ഏറ്റവും വലിയ ബന്ധനം എന്ന് പറഞ്ഞാൽ നൗസ്, ഗ്രീക്ക് വേർഡ് മനസ്സ്, അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയും, NOOS എന്ന് പറഞ്ഞാൽ പലരും സ്വതന്ത്രരാണ്, പക്ഷെ അവരുടെ മനസ്സിപ്പോഴും തടവിലാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ മനസ്സിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരട്ടെ. കാഴ്ചയാലേ അല്ല,
നമ്മൾ കാണാത്തതിനെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ അറിയുന്നു, നമ്മുടെ ഹൃദയത്തിലൂടെ അറിയുന്നു. അന്ന് നമ്മൾ മുഖാമുഖമായി കാണും. 4, മറ്റുള്ളവരുടെ അസൂയയോ കുറ്റം പറച്ചിലോ നിന്ദയോ നിന്നെക്കുറിച്ച് അപവാദം പറയുന്ന ഒന്നും രാജ്ഞിക്ക് ഏശത്തില്ല. അതൊന്നും നിന്റെ വിളിയെ മാറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ ഗ്രീക്ക് വേർഡിൽ പറയുന്നത് മാക്രോതുമിയ എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമ. ജനങ്ങൾ നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, നമ്മളെ തള്ളിക്കറിയുമ്പോൾ, ഒരു മെസ്സേജ് പറയുമെന്ന് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യുമ്പോൾ, നമ്മളെ വിട്ട് മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ദൈവം ഉയർത്തിയവനെ മനുഷ്യന് താഴ്ത്താൻ പറ്റില്ല. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ അവസാനം വരെയും ചെയ്യണം. മനുഷ്യനെ കണ്ടുകൊണ്ടല്ല. നീ ദൈവമാണ് നിന്നെ അപ്പോയിൻ്റ് ചെയ്തെങ്കിൽ നീ അവൻ്റെ വിളിക്കനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം മനുഷ്യന് വേണ്ടിയിട്ടല്ല നീ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും 99 വിട്ടുപോലും ആ ഒരു വ്യക്തിക്ക് വേണ്ടി നീ അവസാനം വരെ നിൽക്കുമെന്ന് തീരുമാനമെടുക്കാമോ? നീ തളർന്നിരിക്കുകയാണോ? നീ എഴുന്നേൽക്ക്. നീ മറ്റുള്ളവരുടെ കൈയടിക്കോ കൂട്ടത്തിനോ ഗ്രൂപ്പിനോ ഒരു സംഘടനയ്ക്കോ വേണ്ടിയിട്ടല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വരുന്ന വിഷമമാണത്. പലരെയും എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ അതിലൊന്നും നമ്മൾ തളരരുത്. അതിലൂടെ നമ്മുടെ ദേവദാരുവിൻ്റെ റൂട്ട് ഫേം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും അവസാനം വരെയും. യോഹന്നാൻ 15:5 പറയുന്നതല്ലേ, ആ കൊമ്പിനോട് ചേർന്നിരുന്നാൽ മാത്രം മതി, ബാക്കി കർത്താവ് നമ്മളോട് ചെയ്യും. നമുക്ക് ഫേമസ് ആകണ്ട, നമുക്ക് കയ്യടി വേണ്ട, നമുക്കൊന്നുമേ വേണ്ട. നമ്മൾ രാജ്ഞിയാണെന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോഴാണ് നമുക്ക് അകത്തെ ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ജീവിതം ജീവിച്ച് നമുക്ക് സന്തോഷത്തിലിരിക്കാൻ പറ്റും. കാരണം പുറത്തുള്ളവർക്ക് സമാധാനം നമുക്ക് തരാൻ അറിയത്തില്ല. അവർക്കത് അറിയില്ല നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. 5-ാമത്തെ വാക്യം, നീ ആരാകുന്നു ക്രിസ്തുവിലെന്ന് നീ അറിയുക, അതിനനുസരിച്ച് നീ നടക്കുക. നിൻ്റെ പുതിയ ആ സ്ഥലത്ത് അവിടെ നീ നടക്കുക എന്ന് പറഞ്ഞാൽ, നീ രാജ്ഞിയായെങ്കിൽ, നീ രാജ്യത്വത്തിലേക്ക് കയറിയെങ്കിൽ, ഒരു രാജ്യക പുരോഹിത വർഗമായെങ്കിൽ, ബെസിലേയ എന്ന് പറഞ്ഞാൽ രാജ്യത്വം, രാജ്യമായെങ്കിൽ, ആ രാജ്യത്തിനൊരു അവകാശിയായെങ്കിൽ, ദൈവം നിന്നെ ഒരു രാജ്യക ജനതയുടെ ഭാഗമാക്കിയിരിക്കുന്നുവെങ്കിൽ നിനക്കൊരു അതോറിറ്റി ഉണ്ട്. കാരണം എസ്തേർ രാജ്ഞിക്ക് സ്വന്തം കാര്യം നോക്കാനോ മൊർദെഖായിയുടെ കാര്യം നോക്കാൻ വേണ്ടില്ല, ഒരു യഹൂദ ജനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മൊർദെഖായിയെക്കുറിച്ച് ഹാമാൻ്റെ ഭാര്യ പറഞ്ഞ, അവൻ യഹൂദനാണെങ്കിൽ, ആ യഹൂദൻ്റെ വിത്താണ് അവൻ്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ ജയിക്കില്ല എന്ന് ഭാര്യ ഹാമാനോട് പറയാണ്. അവനെതിരായി കരുമരം ആമെ ഉയർത്തിയപ്പോൾ, നീ പിച്ചക്കാരനെ പോലെ ജീവിക്കരുത്, സംസാരിക്കരുത്. കാക്കയെപ്പോലെയും കുരുവിയെപ്പോലെ സംസാരിക്കുകയും ആമെ ജീവിക്കുകയും ചെയ്ത് നീ രാജകുമാരിയെപ്പോലെ നടക്കണം, നീ സംസാരിക്കണം. നിന്റെ ഭാവം ഇപ്പോൾ തന്നെ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യെസ്, റിസീവ് ഇറ്റ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ ദാസിയല്ല, നീ ജയിച്ചവളാണ്, നീ രാജ്ഞിയാണ്. അതാണ് നിന്റെ വിജയം. ദാസിയുടെ മനസ്സുപേക്ഷിച്ചെന്നുള്ളതാണ് അവളുടെ വിജയം. കാരണം ഇതാണ് ഇന്നത്തെ പോയിന്റ്. അവൾ ദാസിയുടെ മനസ്സുപേക്ഷിച്ചു എന്നതാണ്. അപ്പോൾ മനസ്സിലാണ് നമ്മുടെ ഒരു യുദ്ധം നടക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാണ്, ഞാൻ നിന്നെ ഉയർത്തിയിരിക്കുന്നു, അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. പലപ്പോഴും നമ്മൾ എക്കോണമി ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ബിസിനസ് ക്ലാസ്സിലേക്ക്, ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യും. അതുപോലെ സർപ്രൈസായിട്ട് നമ്മളെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. പിതാവ് ആകർഷിക്കാതെ ഒരുവനും പുത്രൻ്റെ അടുക്കലേക്ക് വരാൻ സാധ്യമല്ല. ആ പിതാവ് നമ്മളെ ആകർഷിച്ചെങ്കിൽ, ആ മകന് വേണ്ടി അവൻ്റെ ഭാര്യയാകുവാൻ, അവന് മണവാട്ടിയാകുവാൻ നമ്മളെ വിളിച്ചുവെങ്കിൽ, ഞാൻ നിന്നെ എൻ്റെ മകനും മകളും ആക്കിയിരിക്കുന്നു എന്നുള്ള ആ ഭാഗ്യത്തിൻ്റെ ആ ലേബൽ നിനക്ക് ലഭിച്ചുവെങ്കിൽ നീ എന്തിനെക്കുറിച്ചാണെന്ന് ഭാരപ്പെടുന്നത്? നീ ഇപ്പോഴും പഴയ മനുഷ്യനായി ജീവിക്കുമോ, അതോ നീ പുതിയ മനുഷ്യനായി ജീവിക്കുമോ? പഴയതിനെ മാറ്റി പുതിയതാക്കിയെങ്കിൽ, പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞിനും പുതിയ തുരുത്തിൽ പഴയ വീഞ്ഞിനും ഇരിക്കാൻ പറ്റില്ല. ഹാലിൽ പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞൊഴിക്കാമോ? ദൈവം നിന്റെ സ്ഥാനം മാറ്റിയെന്നറിയാമോ? ഇനി നിന്റെ ചിന്തയും മാറണം. നീ ദാസിയല്ല, രാജാവിൻ്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി 10 കാരണങ്ങളൂടെ പറയാം. ഇപ്പോഴുള്ള എൻ്റെ ഈ 17 വർഷത്തെ ജേർണിയിൽ കേട്ട 10 എക്സ്ക്യൂസുകളാണ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇവരെല്ലാം ഉറക്കം നടിക്കുന്നവരാണ്. ഉറക്കം നടിക്കുന്നവരുടെ 10 ഉദാഹരണങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി ഇത് ഫിനിഷ് ചെയ്യുന്നു. 1, ദൈവം വിളിക്കുമ്പോൾ മനുഷ്യർ പറയുന്ന 10 ഒഴിവുവഴികളെക്കുറിച്ചാണ്. ഞാൻ പാസ്റ്റർമാരെ സഹായിക്കുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ മതി, ഇതാണ് സുവിശേഷ വേല. എന്നാൽ രണ്ടാമത്തവർ പറയും, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്,
അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഓരോ മീറ്റിങ്ങിലും കയറുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അതൊക്കെ മതി. 3, എൻ്റെ ഭർത്താവ് എനിക്ക് എഗെയിൻസ്റ്റാണ്, ഭർത്താവ് എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് എഗെയിൻസ്റ്റാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ മതി. 4ാമത്തെ വ്യക്തികൾ പറയും, എനിക്ക് ഭയങ്കരമായ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ഫിനാൻഷ്യൽ, എനിക്ക് വീടില്ല, കൂടില്ല, വണ്ടിയില്ല, എല്ലാവരെയും പോലെ എനിക്കൊന്നുമേ ഇല്ല, ഞാൻ ശൂന്യതയിലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. 5ാമത്തെ വ്യക്തികൾ പറയും, എനിക്ക് ഭയങ്കരമായ രോഗമാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ പാവപ്പെട്ടവളാണ്, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, എനിക്ക് ശരീരം കൊണ്ട് അനങ്ങാൻ വയ്യ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. 6ാമത്തെ വ്യക്തികൾ പറയും, എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ പോകണം, മോൻ്റെ കാര്യം നോക്കണം, സ്കൂളിലെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം, ആ ജോലി, ഈ ജോലി, മറ്റേ ജോലി, മറിച്ച ജോലി, എനിക്ക് സമയമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി. 7ാമത്തെ വ്യക്തികൾ പറയും, എൻ്റെ കുട്ടികളൊക്കെ ചെറുതാണ്, എൻ്റെ ഗ്രാൻഡ് പേരൻസ് വയ്യാതെ കിടക്കുകയാണ്, എനിക്കൊത്തിരി ജോലിയുണ്ട്, ഞാൻ ബിസിയാണ്. 8ാമത്തെ വ്യക്തികൾ പറയും, എനിക്ക് ബൈബിളൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരും അങ്ങനെ ദൈവം ഉപയോഗിക്കുന്നവരൊക്കെ ആണല്ലോ, അവരെ പോലൊന്നും എനിക്കൊന്നും അറിയത്തില്ലല്ലോ, സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. 9ാമത്തെ വ്യക്തികൾ പറയും, ജനങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്തു പറയും, എൻ്റെ ചാർച്ചക്കാരെൻ്റെ കുടുംബക്കാരെ, ഞാൻ സഭ വിട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും എഗെയിൻസ്റ്റ്, ഇനിയിപ്പോൾ എല്ലാവരോടും എനിക്കെതിരായിട്ട് സംസാരിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, എനിക്ക് അവിടെയും വേണ്ട ഇവിടെയും വേണ്ട, ആരും എന്നെക്കുറിച്ചൊന്നും എഗെയിൻസ്റ്റ് പറയുന്നത് ഇഷ്ടമല്ല, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എന്നെ ഒന്നും പറയരുത്, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ മതി. 10ാമതൊരു ഗ്രൂപ്പ് പറയും, നാളെ ഞാൻ തുടങ്ങാം, ഇനി സമയമുണ്ടല്ലോ, കുഴപ്പമില്ല, നാളെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഈ ദാസി പെൺകുട്ടിയെ പോലെ നിങ്ങളിപ്പോഴും ദാസിയായിരിക്കുകയാണോ? രാജ്ഞിയായത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾക്ക് രാജകൊട്ടാരത്തിൻ്റെ അകത്ത് കയറുവാൻ, പ്രാകാരത്തിൽ നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാൻ ക്രിസ്തു യേശുവിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചുവെങ്കിൽ ഈ ക്രൂശ് ചുമക്കുവാനുള്ളൊരു ഭാഗ്യം. ഹല്ലേലൂയ. ഒഴിവുകഴികളൊക്കെ വിറ്റ് കർത്താവിനെ പിന്തുടരും. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമേറ്റ് തന്നെ പിന്നാലെ വരിക. മത്തായി 16:24. അപ്പോൾ രാശിയുടെ മനസ്സിൽ നിന്ന് രാജകീയ മനസ്സിലേക്ക് എല്ലാവരും കടന്നു വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രശ്നം നിൻ്റെ ഭർത്താവല്ല, നിൻ്റെ കടമല്ല, നിൻ്റെ രോഗമല്ല, നീ ഏറ്റവും വലിയ പോരാട്ടം നിൻ്റെ മനസ്സാണ്. ദൈവം നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഇനി എഴുന്നേറ്റ് രാജകുമാരിയായി നടന്നാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹബാറിയ സിക്കോറിയ ദൽതേറി ബക്കന്തുരമേ. എല്ലാ മനസ്സിൻ്റെ നുഖങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിനെ പിടിച്ചടക്കുന്നു ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ. ആമേ കർത്താവേ, നീ വിളിച്ചവരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അവരവരുടെ സ്ഥാനത്ത് ഉറക്കം നടിക്കാതെ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലെറ്റ് ദെയർ ബി ബ്രേക്ക് ത്രൂ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നുഖങ്ങൾ തകർന്നു പോകട്ടെ. ഇപ്പോൾ തന്നെ മനസ്സിൻ്റെ ആ ബന്ധനം തകർന്നു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്രിസ്തുവിൽ സ്വതന്ത്രരാകട്ടെ. കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യം പറ്റിയെങ്കിൽ ഇനി നിങ്ങൾ അടിമനുഖത്തിൽ പെട്ടുപോകരുത്. ആമേ. റെസിസ്റ്റ് ദ ഡെവിൽ, ഹി വിൽ ഫ്ലീ ഫ്രം യു. ആമേ. ജഡത്തെ ജയിക്കുക, ആത്മാവ് കൊണ്ട് ജഡത്തെ ജയിക്കുക. ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷകളിൽ അധിക സമയം പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെ തന്നെ എഡിഫൈ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹബാറ ഷെയ്ഖറി ബഖത്തുരവേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെവർ നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നമ്മുടെ ഫോൺ നമ്പർ 0097155707931. ഈ ദിവസങ്ങളിൽ 2 ആഴ്ച നമുക്ക് സ്നാനത്തിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. സൂം മീറ്റിങ്ങിലേക്ക് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2 മണിക്ക്, മിഡ് നൈറ്റിൽ നമുക്ക് ഇന്ത്യൻ സമയം 10 തൊട്ട് 12 മണി വരെ ടങ്സിലും പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 0097155707931. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ പ്രകാശിക്കുക, നിങ്ങളൊരു അനുഗ്രഹമാകുക. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ അറിയുക. നിങ്ങൾ ദാസിയല്ല, ദാസിയുടെ മനസ്സിൽ നിന്ന് രാജകീയ മനസ്സിലേക്ക് നിങ്ങൾ മാറിയതിനായി ഒരു ആമേൻ പറഞ്ഞാട്ട്. ഗോഡ് ബ്ലെസ് യു. നെവർ ഗീവ് അപ്പ്.